വാട്സാപ്പിലെ ബ്ലൂടിക്ക് ഇതെന്തിനാണ് ഓഫ് ചെയ്തിടുന്നത്? അതായത് നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് റീഡ് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എന്നാൽ ഇതുകൊണ്ട് മറ്റൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ റിസീവ് ആക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കും മനസ്സിലാകില്ല. എന്നാൽ ബ്ലൂടിക്ക് ഒഴിവാകാതെ, അതായത് നമുക്ക് ആ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്യാതെ തന്നെ മറ്റാരെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചാൽ, അത് ഗ്രൂപ്പിൽ നിന്നാകട്ടെ നമ്മുടെ സുഹൃത്തിൽ നിന്നാകട്ടെ, നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടിക്ക് വരാതെ റീഡ് ചെയ്യാൻ സാധിച്ചാലോ? ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ ഈ കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പല ആളുകൾക്കും ഇത് അറിയുന്നതാണ്, പക്ഷെ എന്നാലും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. 2 മൊബൈൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സെറ്റിംഗ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൈവസി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീഡ് ആൻഡ് റിസിപ്റ്റ്സ് എന്ന ഈ ഒരു ഭാഗം ഓണിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ബ്ലൂടിക്ക് സ്വാഭാവികമായിട്ടും വരും. ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇപ്പോൾ ഹായ് അയച്ചു. ഇപ്പോൾ ഹായ് അവിടെ പോയിട്ടുണ്ട്. ആ ഒരു മൊബൈലിൽ വാട്സാപ്പിൽ അത് വന്നിട്ടുണ്ട്, കണ്ടോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹായ് വന്നിട്ടുണ്ട്. ഇവിടെ ബ്ലൂടിക്ക് വന്നിട്ടില്ല, പക്ഷേ എനിക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂടിക്ക് വരും. കണ്ടോ, ഇപ്പോൾ ബ്ലൂടിക്ക് വന്നു. ഇനി ബ്ലൂടിക്ക് വരാതെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാൻ സാധിക്കും? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ മൊബൈലിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വിഡ്ജറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. ഇവിടെ എവിടെയെങ്കിലും വാട്സാപ്പിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ വാട്സാപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്തിട്ട് മൊബൈലിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് കൊണ്ടുവെക്കുക. ഓക്കെ, ഇപ്പോൾ അതിൽ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഹൗ ആർ യു എന്നാണ്. ഓക്കെ, ഇവിടെ മെസ്സേജ് അയച്ചു. അവിടെ വന്നിട്ടുണ്ട്, കണ്ടോ, കൃത്യമായിട്ട് ആരാണ് മെസ്സേജ് അയച്ചത് ഒക്കെ ഇവിടെ കാണാം. പക്ഷേ ഇവിടെ ബ്ലൂടിക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജും കൂടി ഇവിടെ അയച്ചു നോക്കാം. എത്ര മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും, ആര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും, ഏത് ഗ്രൂപ്പിൽ നിന്നാണെങ്കിലും നമുക്ക് ഇതിലൂടെ ബ്ലൂടിക്ക് വരാതെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ വേർ ആർ യു ഗോയിങ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാണ്. കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഏത് ടൈമിനാണ് വന്നിട്ടുള്ളത്, ആരാണ് മെസ്സേജ് അയച്ചത് എല്ലാം കാണാം. ഇവിടെ ബ്ലൂടിക്ക് വന്നിട്ടില്ല. വാട്സപ്പ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് വന്ന മെസ്സേജാണ് കാണാൻ സാധിക്കുക. പക്ഷേ അതിന് മുമ്പ് വന്നൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ തുരുതുര മെസ്സേജ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ ഇവിടെ റിസീവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷേ ഒന്നിനും ബ്ലൂടിക്ക് ഇവിടെ വരുന്നില്ല. പക്ഷേ എല്ലാം ഇവിടെ റിസീവ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ ബ്ലൂടിക്കിൻ്റെ ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുമില്ല. പക്ഷേ എല്ലാം നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഗ്രൂപ്പിലാണോ ഏതിലാണോ നമുക്ക് മെസ്സേജ് വന്നത് അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഒന്നിലും ബ്ലൂടിക്ക് വരില്ല. ആദ്യം അയച്ച ഹായ്ക്ക് മാത്രമാണ് ബ്ലൂടിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പഴയ ആ ഒരു വാട്സപ്പ് തുറന്നു പോയി കഴിഞ്ഞാൽ അവിടെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അവസാനം വന്ന മെസ്സേജ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത് തുറന്നു പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ബ്ലൂടിക്ക് വരും. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലും, ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മുന്നേ വന്ന മെസ്സേജും ഗ്രൂപ്പിൽ നിന്നാണെങ്കിലും എല്ലാം ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് കാണാനും സാധിക്കും. ഓക്കെ, അപ്പം ബ്ലൂടിക്കിൻ്റെ ഓപ്ഷൻ ഓൺ ചെയ്തിട്ടും ബ്ലൂടിക്ക് വരാതെ നിങ്ങൾക്ക് മെസ്സേജ് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപകാരപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.